അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ അത്യനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പ്രവേശിക്കുവാൻ നമുക്ക് അവസരമൊരുക്കപ്പെട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സൂറ അൽ ഹദീദിൽ വിശ്വാസികളോടായി അള്ളാഹു ശ്രദ്ധേയമായ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിനെ സ്മരിക്കുക വഴി ഹൃദയങ്ങൾ വിനയാന്വിതമാകാൻ വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ എന്നാണ്. ഈ റമദാനിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തവരാണ്. അതിൽ നിന്ന് നമ്മൾ തസ്കിയത്തും തഖ്വയും ജീവിത പ്രവർത്തനങ്ങളിലൊക്കെ ക്രമീകരണങ്ങളും ആർജിച്ചെടുക്കാൻ ശ്രമിച്ചു. ഏതാണ്ടൊക്കെ നമ്മൾ വിജയിച്ചു. ഇനി അത് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാൻ അതിന് നാം ഏവരെയും തുറക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയവകളിൽ നിന്ന് ചെലവഴിക്കണമെന്ന് സൂചിപ്പിച്ചിരുന്നു. ജനങ്ങളുടെ ഒരു ചോദ്യം നബിയോട് ഉന്നയിക്കുന്നതായി ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടതെന്ന്. അപ്പോൾ ഖുർആൻ അവർക്ക് നൽകിയ മറുപടി ഖുലിൽ അഫ്വ, നിങ്ങൾക്ക് മിച്ചമായവകൾ നിങ്ങൾ ചെലവഴിക്കണം. ദൈനംദിന ജീവിതത്തിന് ആവശ്യമായി വന്നവകളിൽ നിന്ന് ബാക്കി വന്നവകൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുവാൻ നമ്മുടെ ഹൃദയത്തെ പാകപ്പെടുത്തുകയാണ് ഖുർആൻ അവിടെ ചെയ്യുന്നത്. വീണ്ടും ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ആർക്കു വേണ്ടിയാണ് ചിലവഴിക്കേണ്ടതെന്ന്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, ആർക്കു വേണ്ടിയാണ് ചിലവഴിക്കേണ്ടതെന്ന്. അപ്പോൾ ഖുർആൻ സൂചിപ്പിച്ച ശ്രദ്ധേയമായ ഒരു പരിഗണനയുണ്ട്. അത് വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടവകളാണ്. ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈറിൻ, പ്രവാചകരെ പറയണം, നിങ്ങൾ ഈ ചിലവഴിക്കൽ വഴി നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഗുണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. യാതൊരു പ്രത്യേകമായ ഉപാധിയും ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. മാതാവും പിതാവും ഒരുപക്ഷെ മുസ്ലിങ്ങൾ പോലും ആയിക്കൊള്ളണമെന്നില്ല. നാം ഉൾക്കൊണ്ടിട്ടുള്ള ആദർശത്തിലേക്ക് അവർ എത്തിക്കൊള്ളണമെന്നുമില്ല. അവരായി ജീവിക്കുകയാണ്. പക്ഷേ അവരായി ജീവിക്കുമ്പോഴും വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫൻ, ഈ ദുനിയവിയായ വിഷയങ്ങളിൽ അവരോട് ഏറ്റവും മാന്യമായ സമീപനമേ സ്വീകരിക്കാവൂ എന്ന് ഖുർആൻ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ നമ്മളാക്കിയവർ നമ്മുടെ മാതാപിതാക്കളാണ്. അവരാണ് നമ്മൾക്ക് വഴി കാണിച്ചു തന്നവർ. അവരാണ് നമ്മളെ ദിശാബോധം നൽകി നമ്മളെ മുന്നോട്ട് നയിച്ചവർ. നാം ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെടുവാൻ അവസരമൊരുക്കിയതും അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ പ്രതീക്ഷാപൂർവ്വം നമ്മളെ കാക്കുന്നുണ്ട്. വളരെ ആഗ്രഹത്തോടു കൂടി അവർ ഉറ്റുനോക്കുന്നുണ്ട്. അവരുടെ പ്രതീക്ഷക്കൊത്തും അവരുടെ ആഗ്രഹങ്ങൾക്കൊത്തും നമുക്ക് വളരാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും അള്ളാഹു പ്രത്യേകമായി നമ്മളെയും പരിഗണിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം മാത്രമാണ് അക്രബുകൾ അഥവാ അടുത്തവരായ ആളുകളെ നാം പരിഗണിക്കേണ്ടതുള്ളൂ, സുഹൃത്തുക്കളെയും പരിഗണിക്കേണ്ടതുള്ളൂ. ഒന്നാമതായും നമ്മുടെ മാതാപിതാക്കൾക്കാണ് പരിഗണന. അതിൽ തന്നെയും മാതാവിനാണ് പ്രത്യേകമായ പരിഗണന നൽകേണ്ടത്. കാരണം നാളെ മഹ്ശറ നാളിൽ മാതാവിലേക്ക് ചേർത്തുകൊണ്ടാണ് നമ്മളെ വിളിക്കുക. യബന ഉമ്മ എന്നാണ് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജന്മം നൽകിയ അവർക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ ചെലവഴിക്കലുകളിൽ ഏറ്റവും പ്രഥമമായ പരിഗണന നൽകേണ്ടത്. റബ്ബ് സുബ്ഹാൻ അവൻ്റെ ഇഷ്ടത്തിനൊത്ത് മാതാപിതാക്കളെ അംഗീകരിക്കുന്ന മക്കളായി വളരാൻ, അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരായി വളരുന്ന സൗഭാഗ്യശാലികളായി തീരാൻ നാം എവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.